ഹായ് ഓൾ, വെൽക്കം ടു കർണൂസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഡേ 2 ആണേ, നമ്മുടെ ട്രിപ്പിൻ്റെ ഡേ 2. അപ്പോൾ ഉടുപ്പിയിലെത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് രാവിലെ ഞങ്ങൾ ദർശനത്തിന് പോവാണേ. മോനും ഹസ്ബൻഡുമാണത്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ കണ്ട വഴി കൂടി നടന്നത് അമ്പലത്തിലെത്തി. ക്യൂ അപ്പോഴേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തുമ്പോഴേക്കും ക്യൂ നന്നായിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റായി, കാരണം നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്ത് പോയതല്ലേ, അപ്പോൾ ഉറങ്ങിപ്പോയി. അങ്ങനെ അതാ എന്ന് വെച്ചിട്ട് നന്നായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഒരു 7 മണിയാകുമ്പോഴത്തേക്കും നമ്മളവിടെ എത്തി. അപ്പോൾ ദർശനത്തിന് സൽക്കാലം അടച്ചിട്ട സമയമായിരുന്നു, എന്തോ പൂജയായതുകൊണ്ട്. അതുകൊണ്ട് നല്ല ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചെന്നപ്പോൾ ഞാൻ ഒരു മലയാളീസിനെയും കണ്ടില്ല കേട്ടോ. കാരണം ഒറ്റ ആൾക്കാരും സെറ്റ് സാരി എടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും സെറ്റ് സാരി എടുത്ത് പുറപ്പെട്ടു പോയാൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, എന്തോ ഭീകരജീവിനെ കണ്ടതുപോലെ. അപ്പോൾ ഇത് നമ്മൾ ദർശനത്തിനായിട്ട് നിൽക്കുന്ന കുള ആണ് കേട്ടോ. ഇതിൻ്റെ സൈഡിലൂടെയാണ് ദർശനത്തിന് നിൽക്കുന്നത്. കണ്ടോ നിങ്ങൾ, ഇത് ഫുള്ള് ദർശനത്തിനുള്ള ക്യൂ ആണ്. പക്ഷേ വേഗം നീങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ക്യൂ. നമ്മൾ ഒരുപാട് നേരമൊന്നും കാത്തിരിക്കേണ്ട, വേഗം പോകാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇത് അതിൻ്റെ കുളമാണ്. കുളത്തിൻ്റെ സൈഡിൽ ഇങ്ങനൊരു അമ്പലമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരം കുളം ഇങ്ങനെ ക്യാപ്ചർ ചെയ്തെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സൂം ചെയ്തെടുത്താണ്. അവിടെയും പൂജയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതാക്കണ്ടോ, ഒരു നല്ല തേരുണ്ട്. തേരിൻ്റെ അടുത്തൊരു ഒരു പാലം പണിതിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അമ്പലത്തിൻ്റെ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെയല്ല കേട്ടോ മെയിനായിട്ടുള്ള പ്രതിഷ്ഠ ഉള്ളത്, ഉള്ളിലാണ്. പക്ഷേ ഇവിടെ എന്തൊക്കെയോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് വേണം കേട്ടോ നമ്മൾ അമ്പലത്തിലത്തെ. ഇതിൻ്റെ ഉള്ളിൽ വരെ നമുക്ക് ക്യാമറ അലൗഡുള്ളൂ. പിന്നെ അങ്ങോട്ടേക്ക് ദർശനം കഴിയുന്നവരെ ക്യാമറ അലൗഡല്ല. അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാലാണ് പിന്നെ ക്യാമറ അലൗഡായിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ഇത് നോക്കിയപ്പോഴേ, അതായത് നമ്മളിതിൻ്റെ ഹിസ്റ്ററി നോക്കുമല്ലോ, അങ്ങനെ നോക്കിയപ്പോൾ ഇതിൻ്റെ ഐതിഹ്യമായ പുരാതന കഥ കിടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് താഴ്ന്ന ജാതിക്കാർക്ക് അമ്പലത്തിലേക്ക് ദർശനം ഉണ്ടായിരുന്നില്ലല്ലോ. ആ ദർശനം ഇല്ലാത്ത സമയത്ത് ആ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ പുറത്തുനിന്ന് ശ്രീകൃഷ്ണനെ വിളിച്ച് കരഞ്ഞു എന്നാണ്. കുട്ടിയായിട്ടുള്ള ശ്രീകൃഷ്ണനാണ് കേട്ടോ. ഇവിടെയുള്ള പട്ടുകോണകം കൊടുത്തിട്ട് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ള വിഗ്രഹമാണ് ഇവിടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതാണ്. അങ്ങനെ പുറത്തേക്ക് കരഞ്ഞപ്പോൾ ആ ആളെ കാണാൻ വേണ്ടി ശ്രീകൃഷ്ണൻ ചെരിഞ്ഞ് നിന്ന് ബാക്കോട്ട് നോക്കിയിട്ടാണ് നിന്നതെന്ന് അത്രയും അവർക്ക് കാണാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടുത്തെ ഐതിഹ്യമായിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ അത് ആരും തിരിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടില്ല, തിരിച്ചു വെക്കാനായിട്ടുമില്ല എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും വിഗ്രഹം ഉള്ളത്. ജസ്റ്റ് ഒന്ന് കാണാനേ നമുക്ക് കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പുറത്തിറങ്ങണം. അവിടെ മെയിനായിട്ടും നമ്മളെ തിരുപ്പതി ലഡു പോലത്തെ ലഡുവാണ് കേട്ടോ പ്രസാദമായിട്ടുള്ള. ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് റീൽസൊക്കെ ഷൂട്ട് ചെയ്ത് ഞങ്ങളിതാ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണേ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ അവിടെ നന്നായിട്ട് ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ കടകളൊക്കെ തുറക്കാൻ. നമ്മൾ കണ്ട കടകളൊന്നും തുറന്നിട്ടേ ഉണ്ടായിരുന്നില്ല, ഒക്കെ ക്ലോസ് ആയിരുന്നു. കാരണം അവിടെ നല്ല ലേറ്റായിട്ടല്ലേ അവർ ഉറങ്ങുക, അതുകൊണ്ടായിരിക്കും ഓപ്പൺ ആകാനും ലേറ്റ് ആകുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എനിക്ക് അത്ര പെർഫെക്ഷനായിട്ട് തോന്നിയില്ല അവിടെ. അങ്ങനെ നമ്മുടെ ഡേ 2 നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്നല്ലേ, ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗോവയിൽ കൂടി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കുക. ഗോവയൊന്ന് പോയിട്ട് കറങ്ങിയിട്ട് വരാം. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ എന്ന് ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ് കേട്ടോ ഗോവയ്ക്ക്. അവിടുന്ന് തന്നെ എന്തായാലും പോയാൽ 2-3 ദിവസം ലേറ്റ് ആവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ എന്തായാലും എവിടെ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് ഡ്രസ്സ് എടുത്ത് വെക്കും. കാരണം അവിടുന്ന് ആയിരിക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുക, അല്ലെങ്കിൽ 2-3 ദിവസം കൂടി ഇവിടെ നിൽക്കാമെന്നൊക്കെ പറയുക, പ്ലാനിങ് വരിക. അതുകൊണ്ട് നമ്മൾ കയ്യിൽ കരുതും ഡ്രസ്സൊക്കെ. അങ്ങനെ എടുത്ത് ഇറങ്ങിയതാണ്. കണ്ടോ, 2 മതിൽ ഇത് തുറന്നിട്ട് മല തുറന്നിട്ടുള്ള 2 തുരങ്കങ്ങളുണ്ട് കേട്ടോ അടുത്തടുത്തായിട്ട്. അതിൻ്റെ കൂടി പോകാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ മോന് ഇതിപ്പോൾ നോക്കിയാൽ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന് വെച്ച് ഞാൻ ക്യാപ്ചർ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ട്രാവലിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ ഫുള്ള് ഡ്രൈവ് ചെയ്യുന്നിരുന്നിട്ട്. അപ്പോൾ ഇന്നെന്തായാലും നമ്മളവിടെ എത്താൻ രാത്രിയാവും. കാരണം ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയല്ലേ പോവുള്ളൂ. അപ്പോൾ രാത്രിയാവും. ഇന്നെന്തായാലും എവിടെയും കറക്കമൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് അവിടെ എത്തുന്നവരെയുള്ള വീഡിയോ ആണ് ഉണ്ടാവുക. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2ാമത്തെ തുരങ്കം ഇങ്ങനെയാണ് കേട്ടോ. അവിടെയുള്ള മലകളും ഇതിലൊക്കെയുള്ള തുരങ്കങ്ങളാണ്. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെയുള്ള യാത്ര. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അല്ലേ. പിന്നെ പേടിയാവുകയും ചെയ്യില്ല, ഇതിട്ടാണ് ഇടിഞ്ഞു പോയാലോ. നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട, ഒക്കെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമുക്ക് യാത്ര തുടരാം. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ ഓരോരോ കാഴ്ചകൾ കാണുമ്പോൾ ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഗോവയിലേക്കുള്ള വഴി ഇപ്പോൾ മനസ്സിലായാലും നമ്മൾ കറക്റ്റായിട്ട് ഗോവയിലേക്ക് എത്താൻ പോകുന്നേ ഉള്ളൂ. കുറച്ചുണ്ട്, എന്നാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ അഗോഡയിൽ റൂമും തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നദികളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല യാത്രയായിരുന്നു. ബോറിംഗ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ബോറിംഗ് ആണ്. കാരണം ഫുൾ ടൈം പാട്ട് വെക്കലും ഫോണിൽ വെക്കലും നമ്മളിഷ്ടപ്പെട്ട പാട്ടൊന്നും കേൾക്കാൻ പറ്റില്ല. അവനിഷ്ടപ്പെട്ട പാട്ട് കേട്ടുകൊണ്ട് വേണം യാത്ര ചെയ്യാൻ. പിന്നെ കുറേ കഴിഞ്ഞ് ആൾ ഉറങ്ങിപ്പോവും. കുറേ നേരമൊക്കെ ഇരിക്കുള്ളൂ. ബാഗ് കിടന്ന് നന്നായിട്ട് ഉറങ്ങും. ആരും ഇല്ലാത്തതുകൊണ്ട് ബാക്ക് സീറ്റ് കാലിയാണ്, അവിടെ കിടന്ന് ഉറങ്ങിക്കുള്ളൂ. ആ ടൈമിലാണ് നമുക്ക് ആ പാട്ട് വെക്കലും ഇതൊക്കെ നടക്കുന്നത്. അതുവരെ ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ കമ്പനിയും കൊടുത്ത് സംസാരിച്ച് ഇങ്ങനെ പോകണം.
അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുള്ളിൽ കൂടി കുറേ ടോളുണ്ട് കേട്ടോ. നമ്മൾ ടോളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. ഫസ്റ്റ് ടാഗ് റീചാർജ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഇതിലൂടെയൊക്കെ പോകുമ്പോൾ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ കാടും മലയൊക്കെ വന്നതിന് ശേഷം നമുക്ക് തീരെ റേഞ്ച് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇടയ്ക്ക് റേഞ്ച് പോകുമായിരുന്നു. നെറ്റ്വർക്ക് കവറേജ് തീരെ ഉണ്ടായിരുന്നില്ല. സിറ്റിയാണ്, ഹൈവേ ആണ്, നാഷണൽ ഹൈവേ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തീരെ റേഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കൽ സ്കിപ്പായിട്ടോ, കാരണം അവിടെ നിന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ നടുവിൽ ഇങ്ങനെ കയറി കേട്ടോ. ഉടുപ്പി വെജിറ്റേറിയൻ ഹോട്ടൽ എന്നാണ് ഇതിൻ്റെ പേര്. ഉടുപ്പിയിൽ നിന്ന് ഗോവയിലെത്താനാകുമ്പോഴാണ് നമ്മൾ ഉടുപ്പി വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. ഞാനിങ്ങനെ ഗോലി സോഡയ്ക്ക് കുറേ തിരഞ്ഞെടുക്കുന്നത്, അങ്ങനെ അതൊന്ന് കിട്ടി. ഇത് ആലു പൊറോട്ട അച്ചാറും കേട്ടോ. അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. തൈരാണല്ലോ അതിൻ്റെ. മോന് ഭയങ്കര ഇഷ്ടം ആലു പൊറോട്ട, അപ്പോൾ അത് വാങ്ങി. ഇത് പനീർ മസാല ദോശയാണ് കേട്ടോ. പനീർ, അപ്പോൾ അതിനുള്ളിൽ പനീർ പറഞ്ഞെങ്കിലും കോളിഫ്ലവറും കൂടി ആഡ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഈ ഹോട്ടൽ. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നിർത്തിയോണ്ടാണ് നമ്മളും നിർത്തിയത്. ജസ്റ്റ് അവിടെ നിന്നൊരു ചോക്ലേറ്റും കൂടി വാങ്ങി. അതിൻ്റെ സൈഡിൽ തന്നെ ചോക്ലേറ്റിൻ്റെ കടയാണ്. അപ്പോൾ ജസ്റ്റ് ഉറക്കം വരാണ്ടിരിക്കാൻ ചോക്ലേറ്റ് നല്ലതാണെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ അതും കൂടി കഴിക്കുകയാണ്. അങ്ങനെ ഇനി കുറച്ച് ദൂരം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വെയിറ്റിംഗ് ആണ് അവിടെ എത്താൻ വേണ്ടിയിട്ട്. റൂമും തപ്പണം. ഏകദേശം ഒരു റൂം സെറ്റായിട്ടുണ്ട്, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് കേട്ടോ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയിട്ട് അറിയാം എന്താണെന്ന്. പക്ഷേ അവിടെ നമ്മൾ അഗോഡയിൽ എടുത്തതാണെങ്കിലും ക്യാഷ് വേണ്ടിയിരുന്നില്ല കേട്ടോ. അവിടെ എത്തിയിട്ട് കൊടുത്താൽ മതി എന്നാണ് അതിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് നോക്കിയിട്ട് റൂമിൽ നിന്ന് ഞാൻ നോക്കിയിട്ട് എടുക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാവലിംഗ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓരോ സൈഡ് കാണുമ്പോൾ ഞാനിങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. യാത്ര ചെയ്യാനെന്ന് വേണ്ടേ, യാത്ര ചെയ്യാൻ ഒരുപാടുണ്ട്. ഇപ്പം ഈ കാണുന്നതൊന്നുമല്ല, നമ്മളൊരു 10-20 വീഡിയോ ഇട്ടാലും തീരില്ല, അത്രയും ഉണ്ട്. അങ്ങനെ രാത്രിയായി തുടങ്ങിയിട്ടോ. ഫുള്ള് ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഓണായി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഈ ലൈറ്റുകളും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങപ്പുറം വരെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ ലൈറ്റ് കാണാം. അതൊക്കെ റോഡാണ്, നമുക്ക് ഇവിടുന്നേ മനസ്സിലാവും ഈ ലൈറ്റ് ഇങ്ങനെ കാണുന്നതുകൊണ്ട്. ഇനി നമുക്ക് 52 മിനിറ്റും കൂടി ഉണ്ട് കേട്ടോ യാത്ര. കാരണം നമ്മൾ ഗോവ ഏകദേശം എത്തി, ഗോവ ബോർഡറൊക്കെ കഴിഞ്ഞു. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എടുത്ത റൂമിലേക്ക് എത്താനുള്ള ദൂരമാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ ഏകദേശം കുറേ ബീച്ച് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഏരിയയിലാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് റൂം. അല്ലാണ്ട് ഇപ്പുറത്തേക്കൊക്കെ റൂമുണ്ട് കേട്ടോ. അവിടെ നമുക്ക് നടന്നു പോകാനും വണ്ടി എടുക്കാണ്ടിരിക്കാനൊക്കെ ഉള്ള എളുപ്പമാണ്. ഇതിൻ്റെ നടുവ് കൂടി നമുക്ക് ചെക്കിങ് വരും കേട്ടോ. ഗോവ പോലീസിൻ്റെ ഒരു ബോർഡർ ചെക്ക് പോസ്റ്റും വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസിൻ്റെ ചെക്കിങ്ങും വരും. നമ്മൾ കാറിന് ഫിലിം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മളെ കേരളത്തിൽ അലൗഡ് ആവണമല്ലോ, എത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് ഒട്ടിക്കാമെന്ന്. ബാർകോഡൊക്കെ കാണിച്ചു കൊടുത്തെങ്കിലും ഗോവയിൽ അത് തീരെ അലൗഡ് അല്ല എന്നും പറഞ്ഞിട്ട് ഫൈൻ അടിച്ചു കേട്ടോ. 500 രൂപ നമ്മൾ ഫൈൻ കൊടുത്തു. അതിൻ്റെ സ്ലിപ്പ് കയ്യിൽ വെച്ചോ, അല്ലെങ്കിൽ ഗോവയിൽ കറങ്ങുമ്പോൾ എപ്പോൾ വേണമെങ്കിലും പോലീസ് പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണിച്ചാൽ മതി. 24 മണിക്കൂർ നേരത്തേക്കാണ് ഇത് വാലിഡ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ നമ്മളിത് കാണിച്ചു കൊടുത്താൽ ഓക്കെയാണെന്നാണ് പറഞ്ഞത്. അവർ അന്നേരം തന്നെ പൊളിച്ച് കളയാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം നമുക്ക് അവിടെ ടൈം പോയിട്ടുണ്ട്. കുറേ ഇങ്ങനെ പറിക്കാനൊക്കെ നോക്കി, പക്ഷേ കിട്ടിയില്ല. കിട്ടാണ്ടെന്നാൽ അവർ പറഞ്ഞു ശരി, നിങ്ങൾ ഈ ചലാൻ അടച്ചിട്ട് ഈ ചലാൻ കാണിച്ചാൽ മതി, ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ആരെങ്കിലും പോലീസ് പിടിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ. അവിടെ സ്ട്രിക്റ്റ് ആണെന്ന് പോലും ഫിലിം പറ്റൂല എന്ന്. അപ്പോൾ നിങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് പോകുന്നവർ ശ്രദ്ധിക്കുക, നമ്മളവിടെ ഫിലിം പറ്റൂല എന്നാണ് പറയുന്നത്. 500 രൂപയാണ് ഫൈൻ വാങ്ങിയത്. അപ്പോൾ ഇത് എവിടെ നിന്ന് പിടിച്ചാലും നമ്മളിതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മളവിടെ ഒരുപാട് വണ്ടിക്ക് ഫിലിമും കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ രജിസ്ട്രേഷൻ മാറുമ്പോൾ എന്തായാലും ചെക്കിങ് വരുമല്ലോ. അങ്ങനെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്ലിപ്സൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു, ഒക്കെ മിസ്സായിപ്പോയി. പിന്നെ നമ്മളങ്ങ് ചെക്കിങ്ങിനൊന്നും ആഡ് ചെയ്യുന്നത് അത്ര നല്ലതാണോ എന്താണെന്നൊന്നും എനിക്ക് അറിയാത്തതിനെ കൊണ്ടാണ് ഞാനിടാൻ. എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നാലോ അത് പേടിച്ചിട്ടാണ് ഞാൻ എൻ്റെ ക്ലിപ്സൊന്നും ആഡ് ചെയ്യാൻ. പിന്നെ നമുക്കവിടെ എടുക്കാൻ പറ്റിയൊരു ഇതിലും അല്ലായിരുന്നു. നമ്മളൊക്കെ ഇറങ്ങി പുറത്ത് നിൽക്കേണ്ടി വന്നു. കാരണം കുറച്ച് നേരം വണ്ടി ഓഫായല്ലോ, നല്ല ചൂടായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇറങ്ങി പുറത്തൊക്കെ നിന്നിട്ടാണ് പോയത്. കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ലൈറ്റിംഗ് ആണ്, ഇത് ലൈറ്റാണ് കേട്ടോ. അടിയിൽ നിന്ന് കൊടുക്കുന്ന ഒരു ലൈറ്റാണ്. നമ്മളെ പാലത്തിൻ്റെ മേലെയുള്ള ലൈറ്റല്ല, പാലത്തിനും ഒക്കെ നമ്മുടെ സെയിം ഇരുമ്പിൻ്റെ കളർ തന്നെയാണെന്നുള്ളത്. പക്ഷേ താഴത്തു നിന്നൊരു ലേസർ ലൈറ്റ് പോലെ മേലോട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ കാണുന്നുണ്ടാവും ചില സ്ഥലത്ത് പാസ് ചെയ്യുമ്പോൾ. അതിൻ്റെ ഭംഗിയാണ് കേട്ടോ ഈ കളർ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോ കളറ് പോലെയൊക്കെ ഫീലായി. അങ്ങനെ നല്ല ഭംഗി ഞാൻ എടുത്ത് വെച്ചാണ്. അങ്ങനെ നമ്മുടെ ഹോട്ടൽ റൂമിലെത്തി. നമ്മൾ ആദ്യത്തെ ഹോട്ടൽ റൂം മിസ്സായി പോയിട്ടോ. അത് അവിടെ നിന്ന് വീണ്ടും കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അവർ ക്യാഷ് അടയ്ക്കാത്തതുകൊണ്ട് അവർ വേറെ ആൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ റൂം എടുത്തു. ഇനി വീണ്ടും നാളെ കാണാം. ബൈ ബൈ.